കൊല്ലം കുമ്മിൾ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു. 5 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് കുത്തേറ്റത്. ഇന്ന് 11 മണിക്ക് കുമ്മിൾ പുള്ളിപ്പച്ചയിലെ തൊഴിലുറപ്പ് സെറ്റിൽ വെച്ചാണ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റത്. പരിക്കേറ്റവരെ കടക്കൽ താലൂക്ക് ഹോസ്പിറ്റലിലും ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തൃശൂർ അതിരപ്പള്ളിയിൽ വനംവകുപ്പിന്റെ കൂട്ടിലകപ്പെട്ട പുലിയെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. വെട്ടിക്കുഴി സ്വദേശി റോയിയുടെ വീട്ടുവളപ്പിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 1.5 മാസത്തിനിടെ 100-ലധികം വരുന്ന കോഴികളെ പുലി പിടിച്ചതോടെയാണ് ഇവിടെ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. 2 ആഴ്ച മുമ്പ് റോയിയുടെ വീട്ടിലെ കോഴിക്കോടിനുള്ളിൽ പുലിയെ കണ്ടിരുന്നു. അന്ന് കൂട് പൊളിച്ച് രക്ഷപ്പെട്ട പുലിക്കായി വനംവകുപ്പ് കൂട് സ്ഥാപിക്കുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കൂടോടെ പുലിയെ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. ഈ 1.5 മാസത്തിന്റെ ഇടയ്ക്ക് ഇവിടെ ചൂളക്കടവ്, അതുപോലെ തന്നെ പണ്ടാരംപാറ, ചിക്കളായി ഈ ഭാഗങ്ങളിലെല്ലാം പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ചൂളക്കടവിൽ നിന്ന് പട്ടീനെ പിടിച്ചിട്ടുണ്ട്. പണ്ടാരംപാറയിൽ നിന്നും 1-2 പട്ടികൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ചിക്കളായിൽ നിന്നും പട്ടീനെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട പുലിയല്ല ഇപ്പൊ ഈ കൂട്ടിനകത്ത് വീണ് കിടക്കുന്നത്. പുലികൾ വേറെ 3-4 എണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു പുലിയെ പിടിച്ചു എന്ന് കരുതി ഇവിടെയുള്ള ആൾക്കാരും അത്ര അങ്ങോട്ട് സന്തോഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അപകടങ്ങൾ ഇനിയും വരാനുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള പുലികൾ ഇവിടെ ഉണ്ട്. അന്ന് ഞാൻ കണ്ട പുലി ഇതിനേക്കാളും വളരെ വലിപ്പത്തിലുള്ള ഒരു പുലിയായിരുന്നു. ഇതിപ്പോ അതിന്റെ കുഞ്ഞില് പെട്ട ഒരെണ്ണാണെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ 3-4 പുലികൾ ഇപ്പോഴും ഇതിൽ കൂടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പുലിയെ പരിശോധിച്ച ശേഷം ഉൾവനത്തിലേക്ക് തുറന്നുവിടാനാണ് തീരുമാനം. ഏകദേശം 3 വയസ്സ് പ്രായമുള്ള പെൺപുലിയാണ് കൂട്ടിൽ കുടുങ്ങിയതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.